ഗൈസ്, ഞാൻ നിങ്ങളുടെ ഐശ്വര്യ സ്വന്തം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ്. ചെറുതായിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ഫോണിൽ കൂടെയാണ് റെക്കോർഡല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. അത് നമുക്ക് ഇടയ്ക്കൊക്കെ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്ന ഇവിടെ ഇപ്പോൾ ടി വി ഒക്കെ വെച്ചിട്ട് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൗണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇനി കേൾക്കാം, അല്ലെങ്കിൽ ഇയർഫോൺ അങ്ങനെയൊക്കെ പറയും, അത് വെച്ചിട്ട് കേൾക്കാം. ഈ വള്ളിയുള്ളതുണ്ട് സാധാരണ ഇങ്ങനെ വയ്ക്കുന്നൊരു ഇതില്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വെച്ചിട്ട് എനിക്ക് ചെവിയിൽ നല്ല പെയിനായി, അതായത് വേദന നല്ല രീതിയിൽ വേദിച്ചു. അപ്പം പിന്നെ 2-3 മാസം ഇത് പിന്നെ ഞാൻ വെച്ചിട്ടേ ഇല്ല ഇയർഫോൺ. അത് കഴിഞ്ഞ വർഷമായിരുന്നെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, 2025 തോന്നുന്നു, അറിയത്തില്ല, ഓർമ്മയിട്ടില്ല എനിക്ക്. അപ്പോൾ ആണെങ്കിൽ നിങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വയ്ക്കുന്നവരാണെങ്കിൽ, ഒരു ദിവസത്തിൽ 5-6 വട്ടവും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ട് നടത്തുന്നവരാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ശരിയാണ്, ഞാൻ ചെറിയ കുട്ടിയാണ്, പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം. അത് മാത്രമല്ല, എനിക്ക് സംഭവിച്ചൊരു കാര്യം, നിങ്ങളാരും മുതിർന്നവരായാലും ഈ ചെറിയ കുട്ടികളായാലും ആരും എന്നും എപ്പോഴും ഇയർഫോണോ ഒന്നും വയ്ക്കരുത്. ഇടയ്ക്ക് ഒരു ദിവസത്തിൽ 1 വട്ടം മാത്രം, അല്ലെങ്കിൽ 2 വട്ടം അടുപ്പിച്ച് വെക്കരുത്. 2 വട്ടം മാത്രം, 1 വട്ടം മതി. ഒരു ദിവസത്തിലല്ല, വല്ലപ്പോഴും വെച്ചാലും മതി. നമ്മുടെ ചെവിയില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല നമുക്ക്. കാരണം കേൾക്കാനുള്ള ഇപ്പം എല്ലാവർക്കും ഇതേ ഒരു രീതിയിൽ, ഇപ്പം നമുക്ക് ചെവി ഉണ്ടായിട്ടും നമ്മളെ ചെവിയൊക്കെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. അവരായിട്ട് ഇതാക്കിയതല്ല, അല്ലാതെ നമ്മളിങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മുടെ ഇത് തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. കാരണം നമ്മളിലൂടെ ഇത് പാട്ട് കേൾക്കാം, നമുക്ക് സ്പീക്കറിൽ വെച്ച് കേട്ടാലും ഈ ഇങ്ങനെ ദൂരെ നിന്നൊക്കെ കേൾക്കുന്നത് അത് കുഴപ്പമില്ല. പക്ഷേ ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സൗണ്ട് കൂട്ടി വയ്ക്കുകയും പിന്നെ നമ്മുടെ ചെവിയിലോട്ട് ഇങ്ങനെ അമർത്തി വയ്ക്കുന്നവരും ഉണ്ടാവും. അമർത്തി വെച്ചാൽ ലൂസാക്കി വെച്ചാലും നല്ല രീതിയിൽ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഉറക്കെ കേൾക്കുമല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ചെവിയിൽ നല്ല രീതിയിൽ വേദന വരികയും അതിൽ നിന്ന് നമുക്ക് പല ഇൻഫെക്ഷനൊക്കെ വരും. ഇൻഫെക്ഷനല്ല, വേറെ പല ഇതൊക്കെ വരും, രോഗങ്ങൾ ചിലപ്പോൾ വരും. അപ്പം മാക്സിമം ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവരോടും കൂടെയാണ് ഈ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ. ഇതെല്ലാവരോടും നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവരോട് നിങ്ങളുടെ കൂട്ടത്തിലോ ബന്ധത്തിലോ അല്ലെങ്കിൽ കൂട്ടുകാരികളോ ഏറ്റവും കൂടുതൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഹെഡ്സെറ്റെല്ലാം ഉപയോഗിക്കുന്നതെല്ലാം ഒന്ന് മാറ്റി നിർത്തണമെന്ന് ഞാൻ പറയുന്നു. ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ചെയ്യണേ. ബായ്.